ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഞങ്ങൾ വിഷുവൊക്കെ കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലൈസേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് രാവിലെ അമ്പലത്തിലേക്കൊന്ന് ഇറങ്ങി. ഇത് മഞ്ചേരി കാളികാവാണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ പുറത്ത് കണ്ട ഒരു ചെടിയാണ് കേട്ടോ. അത് പലർക്കും അറിയുന്നുണ്ടാവും ഇത് ഏതാണ് ചെടി എന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത് നമ്മുടെ അടയൊക്കെ ഉണ്ടാക്കില്ലേ, ആ അട ഉണ്ടാക്കുന്ന ഇലയാണ് കേട്ടോ. ഇതിൻ്റെ പേര് പ്ലാസ എന്നാണേ. നിങ്ങളാരെങ്കിലും ഇതിൽ ഇലയുടെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ടോ? എനിക്ക് പരിചയമില്ല. അമ്പലത്തിലായത് കാരണം ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റില്ല. അത് കാരണം ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളൊരു ക്ലോസ് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി എല്ലാവരോടും കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇവരെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരിക്കും. കാരണം എപ്പോഴും എൻ്റെ വീഡിയോയിൽ നാട്ടിൽ വരുമ്പോൾ ഒക്കെ ഇവരെല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ അവരുടെ വീട്ടിലൊക്കെ പോയി ഒരു വിസിറ്റ് ചെയ്ത് ഒരു കാലിച്ചായൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കുക്കിങ്ങിൻ്റെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. ഹോം മെയ്ഡ് പൊറാട്ടയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചിക്കൻ കറിയും. അപ്പോൾ അമ്മായിയുടെയും മാമയുടെയും വീട്ടിലാണ് പൊറാട്ട ഉണ്ടാക്കുന്നത്. മാമ ഒരു അടിപൊളി കുക്കാണ്. അപ്പോൾ മാമയുടെ വകയാണ് കേട്ടോ ഇന്നത്തെ പൊറാട്ട. 1 കിലോയ്ക്ക് 600 മില്ലി വെള്ളം വരും. അതാണ് കണക്ക്. 1 കിലോ പൊടിക്ക് 600 ml വെള്ളം വേണം. പിന്നെ മുട്ട 1-2 ചേർക്കാം. പിന്നെ അപ്പൊ ഇതില് കുറച്ച് പാല് ചേർക്കുന്നുണ്ട്. പാല് വെള്ളത്തിന് പകരം പാലാ ചേർത്തത്? അല്ല, പകുതി. ഫുള്ള് പാലല്ല. 600 ml 300 ml പാലും 300 ml വെള്ളവും അങ്ങനെയൊക്കെ ചേർക്കാല്ലേ? അത് 2 കിലോ മാവാണ്. അപ്പോൾ 1 ലിറ്റർ 200 ml വെള്ളം വേണ്ടത്. പക്ഷെ ഇത് പരത്താൻ ഇത്രയും സ്പേസ് വേണം അല്ലേ? എന്നാലേ നമുക്കൊരു സുഖത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഇനി എത്ര നേരം വയ്ക്കുക? ഇപ്പൊ ഇത് ഇങ്ങനെ കുഴച്ചിട്ട് എണ്ണ വരട്ടിയിട്ട് അവിടെ വയ്ക്കും. തുണി കൊണ്ട് അടച്ചു വയ്ക്കും. മുട്ട ചേർത്തിയപ്പോ എത്ര മുട്ട ഇട്ട്? എനിക്കിത് കാണുമ്പോ പണ്ട് നമ്മൾ ഉണ്ടാക്കിയതാ ഓർമ്മ വരുന്നത്. എത്ര മുന്നേ ഒരുപാട് മുന്നേ. എന്താ ചൂടുവെള്ളമാണോ വേണ്ടത്? ചൂടുവെള്ളം തീരെ വേണ്ട. ശരിയാ, പച്ചവെള്ളത്തിലാണ് കുഴക്കേണ്ടത്. എന്തായാലും അതിനനുസരിച്ചൊരു എന്താ പറയാ വീതനപ്പുറവും കിട്ടി. ഇതേപോലെ തന്നെയാണ് അവിടുത്തെ അടുക്കളയും. വെള്ള ടൈലായിരുന്നു മാത്രം. മറ്റേ ഗ്രാനൈറ്റ് മുകളത്ത് വെള്ളയായിരുന്നു മാത്രം.
അവിടുത്തെ അടുക്കളത്തെ മാർബിളായിരുന്നു. അത് ശരി. ഏകദേശം മാവിന്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയില്ലേ? അതേപോലെ 2 കിലോ മാവ് എടുക്കുമ്പോൾ കുറച്ച് മാറ്റി വെക്കുക. വെള്ളം എങ്ങാനും കൂടുകയാണെങ്കിൽ നമുക്ക് 2 കിലോ പൊടി എടുക്കുമ്പോൾ കുറച്ച് പൊടി മാറ്റി വെച്ചാൽ നമുക്ക് വെള്ളം കൂടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ശരിയാക്കാം. ഇതിപ്പോൾ മാവിൻ്റെ എല്ലാ ഭാഗത്തും നല്ലപോലെ വെള്ളമെത്തി നല്ലപോലെ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൽ എണ്ണ ആക്കണ്ട, എണ്ണ ഇപ്പോൾ ആവശ്യമില്ല. ഇത് അടച്ചു വയ്ക്കുമ്പോൾ കുറച്ച് മുകളിൽ കൂടെ ആക്കിയിട്ട് അടച്ചു വയ്ക്കും അല്ലേ? ഇങ്ങനെ വലിച്ചു കുഴക്കണം. അത് ശരി. മാവ് റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇനി ഇതെന്താ തോർത്തുണ്ടോണ്ടാണോ അടച്ചേക്ക്? 250 ഡാൽഡയും 250 സൺഫ്ലവർ ഓയിലും കൂടെ. ഡാൽഡ എന്തിനാ മായം കിട്ടാൻ വേണ്ടിയിട്ടാ? പൊറാട്ടയ്ക്ക് കിട്ടുന്നത് ഈ ഡാൽഡേൻ്റെ ആണല്ലേ? പൊറാട്ട ഉണ്ടാക്കാൻ പറ്റും. ഓ അത് ശരി. 1 കിലോ മാവ് മൈദപ്പൊടി എടുക്കുകയാണെങ്കിൽ കുഴച്ചെടുക്കുകയാണെങ്കിൽ 18-20 പൊറാട്ട ഉണ്ടാക്കിയെടുക്കുക അല്ലേ?
ഇതിൻ്റെ മുകളിൽ എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാല്ലേ. അത് ഡാൽഡ മിക്സ് ചെയ്തതാ എണ്ണയിൽ. സൺഫ്ലവറും ഡാൽഡയും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചിരിക്കുക. ശരി, ഉരുളയാക്കിയിട്ട് അങ്ങോട്ട് വെക്കാനാവൂലേ, മുറിച്ചിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ മാവ് അല്ലേ, കാണുമ്പോ തന്നെ നമുക്ക് അറിയണ്ട്. ഇതിങ്ങനെ അടിയിൽ നിന്ന് നേരക്കായിട്ട് ബോള് പിടിക്കുക. ഇങ്ങനെ ചെയ്യണ എന്തിനാ? ഇതോ ഇതിന് നമ്മള് വീശൂലേ, വീശുമ്പോ നമുക്ക് ശരിക്കും ഇതായിട്ട് കിട്ടാൻ വേണ്ടിട്ട്. ശരി, ഇനി കുറച്ച് സമയം റെസ്റ്റ് കൊടുക്കണം. ഇനി ഇത് എടുത്തേക്കണം. ആ റെസ്റ്റ് കൊടുക്കണം. ഒരു വീശിട്ടും റെസ്റ്റ് കൊടുക്കണം. ബോള് പിടിച്ച് കഴിഞ്ഞിട്ട് എത്ര നേരം നമ്മള് റെസ്റ്റ് ചെയ്യാൻ വെക്കണം? ഒരു അരമണിക്കൂർ ചെയ്താൽ മതി. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പൊ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് വീശി അടിക്കുന്ന സമയത്ത് ചുരുങ്ങി വരും. അത് നമുക്ക് നീളത്തിൽ കിട്ടില്ല. ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നേരത്തെ അടച്ചു വെച്ച അതേ തുണി കൊണ്ട് തന്നെ മൂടി വെക്കും. തുറന്ന് വെക്കാൻ പറ്റില്ലല്ലോ. മാവാകെ ഡ്രൈ ആവും. അപ്പൊ ആ മാവ് മൊത്തം നമ്മൾ ഇതേപോലെ ബോളാക്കി വെച്ചു ഇവിടെ. ഇനി ഇത് അരമണിക്കൂർ അടച്ച് മൂടി വെക്കാം, റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ഉണ്ട എടുക്കുക. അതിനെ ആദ്യം കൈ കൊണ്ട് തന്നെയാ വരത്തല്. ഇങ്ങനെ നടുക്ക് ലേശം കട്ടി വെക്കണം. അത് ശരി. അവിടെ വലിഞ്ഞു വരുമ്പോ ഒരു 4 ഭാഗത്തുനിന്ന് വലിഞ്ഞു വരുള്ളൂ. ഒരു കൈ അടി കൂടെ പിടിക്കുക, ഒരു കൈ ഈ അടുത്ത കൈ അടി കൂടെ പിടിക്കുക, മറ്റേ കൈ മുകളിൽ കൂടെ പിടിക്കുക. ഇങ്ങനെ വീശിയെടുക്കുക. വീശിയെടുക്കുമ്പോൾ പൊട്ടും, പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ മാമേ? പൊട്ടിയ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയായി. നിവർത്തി കൊടുക്കുക. സ്പേസ് വേണം, അതാണ് ഇവിടെ കുറച്ച് സ്പേസ് കമ്മിയുണ്ട്. സാങ്കേതിക പ്രശ്നമുള്ളതാണ്.
വെക്കാനുള്ള പിന്നെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ എണ്ണ ആക്കി എണ്ണ കൊടുക്കാൻ ഒട്ടും പിശിക്കരുത്. ആ എണ്ണയിൽ കുളിപ്പിച്ചെടുക്കണം, ആ എന്നാലേ പൊറാട്ട ഉഷാറാവുള്ളൂ. പിന്നെ ഈ മൈദയിൽ പറയുന്ന കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ മുട്ടയും പാലൊക്കെ ചേർക്കാൻ കാരണം. ശരി, പ്രോട്ടീനായ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. വേറെ മുട്ടയിൽ വേറെ പ്രോട്ടീനായ അല്ല മൈദയിൽ പ്രോട്ടീനായ സാധനമൊന്നുമില്ല. ആ ആ ഇനി ഇതിങ്ങനെ കുറച്ചു നേരം എടുത്ത് വെക്കും. അതിങ്ങനെ എടുത്തേക്കും. അല്ലാതെ ബീഫ് തന്നെ കൈ കൊണ്ട് പരത്തി അങ്ങോട്ട് തിന്നും. എന്നിട്ട് ഇതിന്റെ എന്റെ ബാങ്കിൽ കൊടുക്കും.
ഇത് പറയ് എങ്ങനെയുണ്ട് പൊറാട്ടാന്ന്. ആ എന്താ നമുക്ക് ഇഷ്ടമായോ? പൊറോട്ട ടേസ്റ്റ് ഉണ്ടോ? കറിയോ? ആരാ കറി ഉണ്ടാക്കി? ആണോ? ആ പൊറാട്ടയോ? അയ്യോ അതിന് സൗണ്ട് ഒന്ന് ഓർക്കണം. ചന്ദ്രമാമയോ? എന്നിട്ട് അടിപൊളിയാ കറിയും പൊറാട്ടയും? നല്ല ടേസ്റ്റിയാ? ഇതിന് മുന്നേ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ? നല്ല രസമായിരുന്നു.